ഇറക്കിയ പൈസ അങ്ങനെ തന്നെ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ലാഭം കിട്ടും. ഈ ഒരു അവസ്ഥയിലോട്ട് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്, ഇന്ത്യയിലെ IPO മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ IPOസിന് അസാധ്യമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇതേ ഹൈപ്പിൽ ഹുണ്ടായി വരികയാണെങ്കിൽ ഹുണ്ടായിൽ ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ അപ്ലൈ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റമൊക്കെ അന്ന് ഹാങ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു നഷ്ടമില്ലാതെ നിങ്ങൾക്ക് ലാഭം കിട്ടുമെങ്കിൽ ഒരു കൈയെങ്കിലും ഒരു ഭാഗ്യമെങ്കിലും നിങ്ങൾ പരീക്ഷിക്കുക. ഓണം മെമ്പർ എടുക്കുന്നതിനേക്കാൾ സാധ്യത IPO കിട്ടാനാണ്. ഉറപ്പാണല്ലോ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ IPOയുടെ കാലഘട്ടമാണ്. ലിസ്റ്റ് ചെയ്ത എല്ലാ IPOകളും ഒന്നെങ്കിൽ 100% പ്രോഫിറ്റോ അല്ലെങ്കിൽ കോസ്റ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റിലോ ആണ് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ലോസിൽ പോകുന്നേ ഇല്ല. ആക്ച്വലി ഒരു നഷ്ടമില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ഏത് IPOയിൽ അപ്ലൈ ചെയ്താലും നഷ്ടമില്ലാതെ, അതായത് ഒന്നല്ലെങ്കിൽ കിട്ടും അല്ലെങ്കിൽ ഇറക്കിയ പൈസ അങ്ങനെ തന്നെ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ലാഭം കിട്ടും. ഈ ഒരു അവസ്ഥയിലോട്ട് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്, ഇന്ത്യയിലെ IPO മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ IPOസിന് അസാധ്യമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് IPO എന്താണെന്ന് അറിയാത്ത ആരും തന്നെ നമ്മുടെ പോഡ്കാസ്റ്റുകാരൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അതായത് ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യാൻ വരുന്നതിനെയാണ് നമ്മൾ IPO അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് കൂടിയ കമ്പനികളുണ്ടാവും, ഡിമാൻഡ് കുറഞ്ഞ കമ്പനികളുണ്ടാവും. ആക്ച്വലി അതെന്താണെന്നറിയോ, ഒരു IPO കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ആ സ്റ്റോക്കിന് ലിസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു 100 രൂപയാണ് അതിൻ്റെ ആക്ച്വൽ വാല്യുവേഷൻ എങ്കിൽ അവർ കുറച്ച് പൈസ കുറച്ച് വെക്കും, 90 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാവരും അത് മേടിക്കും എന്നുള്ള കൺസെപ്റ്റാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ IPOs എല്ലാം ഓവർ വാല്യൂഡ് ആയിട്ടാണ് വരുന്നത്. ഓവർ വാല്യൂഡ് ആണെങ്കിലും കുഴപ്പമില്ല, പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യാനും വാങ്ങാനും ഒക്കെ ആളുകൾ റെഡിയാണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. എന്നെ സംബന്ധിച്ചുള്ള സന്തോഷമുള്ള കാര്യം, ഞാൻ അങ്കമാലിക്കാരനാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു കമ്പനി ഈ ആഴ്ച IPOയിൽ വന്നിട്ടുണ്ട്. സക്സസ്ഫുള്ളി 6 ഇരട്ടിയോളം സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. അതും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സബ്സ്ക്രിപ്ഷൻ നടന്ന ബജാജിൻ്റെ കൂടെ തന്നെ ടോൾവിൻ ടയേഴ്സിന് IPO കൊണ്ടുവരാനും അത് ജനറൽ IPO ആയിട്ട് വരാനും അവിടെ 6 times സബ്സ്ക്രിപ്ഷൻ നേടാനും സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് അതായത് സുനിൽ പറഞ്ഞ IPO ടോളിൻസ് IPO ആണ്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്താണ് അവരുടെ ടയർ കമ്പനി, മാനുഫാക്ചറിങ്, അതിൻ്റെ സ്കൂൾ ബസ്സൊക്കെ നമ്മുടെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടോളിൻസ് IPO വരുന്നതിന് ഒരുപാട് നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഈ റീസെൻ്റ് ആയിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 6 monthsോ 8 monthsോ ഒക്കെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട് ടോളിൻസിന് കടമാണ്, ടോളിൻസിന് ചെറിയ കടമുണ്ട്, ഈ IPO എമൗണ്ട് കടം വീട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ മലയാളികളുടെ അല്ലേ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല, പിന്നെന്താ കടമുള്ള കമ്പനിയിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ? എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ടൊളിൻ ടയേഴ്സ് ഒരു 30% ലാഭത്തിലായിരിക്കും മിക്കവാറും ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടോളിൻസ് ടയേഴ്സ് 30% എങ്കിലും ലാഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലിസ്റ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക്, ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. അതെ, എനിക്ക് റീസെൻ്റ് ആയിട്ട് നമ്മൾ 1-2 IPOs അപ്ലൈ ചെയ്തു. കാരണം നല്ല IPOs അല്ലേ, എനിക്ക് സിൽവിക്ക് ഒരു അടിപൊളി. അതെ, ഞാനത് കണ്ട് ഞെട്ടിയിട്ട് അടുത്തൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. ഈ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഇല്ല അല്ലേ? അതിനെന്തെങ്കിലും ഷോർട്ട് കട്ടോ പ്രീ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതകളൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് IPOs, ഇപ്പോൾ റീസെൻറ്റ് IPOസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വരാനുള്ള ഒരു പ്രധാന കാരണം ബജാജ് ഹൗസിങ്ങിൻ്റെ IPO ആണ്. ഈ 3 ലക്ഷം കോടി രൂപയ്ക്കാണ് ആളുകൾ ഇത് IPO അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആകെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് വെറും 6000 കോടി രൂപയുടെ സ്റ്റോക്സ് മാത്രമാണ്. എന്നാൽ 3 ലക്ഷം കോടി രൂപയുടെ സ്റ്റോക്സിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻ്റാണ് ജനങ്ങളിൽ നിന്ന് വന്നത്. അപ്പോൾ അതായത് എത്ര ഇരട്ടി സബ്സ്ക്രിപ്ഷനാണ് നടന്നത്. അത് റീറ്റെയിൽ സൈഡിൽ നിന്ന് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, HNA സൈഡിൽ നിന്നൊക്കെ ഇത്രയും വലിയൊരു സബ്സ്ക്രിപ്ഷൻ വരികയാണ്. നമ്മൾ റീസെൻ്റായിട്ട് വന്ന എല്ലാ IPOസും നമ്മൾ നോക്കുകയാണെങ്കിൽ, ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ IPOസും നോക്കുകയാണെങ്കിൽ കോസ്റ്റിൻ്റെ താഴെ പോയേക്കണ ഒരു IPO പോലും ഇല്ല.
നോർമലി ഇല്ല. IPOs തന്നെ നമ്മൾ മെയിൻ ബോർഡ് IPOs ആൻഡ് SME സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് IPOs എന്നൊക്കെ നമ്മൾ തരംതിരിക്കും. അതായത് ഇപ്പോൾ മെയിൻ ബോർഡ് IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഏകദേശം 14,000 രൂപയാണ് വേണ്ടത്. എന്നാൽ SME IPOയ്ക്ക് നമുക്ക് കുറച്ചുകൂടി പൈസ വേണം. SME IPOയ്ക്ക് നമുക്കൊരു 1.5 ലക്ഷത്തിന് മുകളിൽ പൈസ ഉണ്ടെങ്കിൽ SME IPO അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലോട്ട് സൈസ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് തൊട്ടടുത്ത് ഷെയർ സമാധാനമൊക്കെ വന്നിരുന്നു, അതിൻ്റെ അലോട്ട്മെൻറ്റ് പോയി 1600 സ്റ്റോക്സാണ്. 70 രൂപ വിലയുള്ള 1600 സ്റ്റോക്സ് ഒന്നിച്ച് അപ്ലൈ ചെയ്താൽ അവിടെ കിട്ടുള്ളൂ. അതുപോലും 14 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിൻ്റെ എത്രയോ ഇരട്ടി ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ SME IPO ആണെങ്കിൽ, ലിസ്റ്റ് ചെയ്ത SME IPO ആണെങ്കിൽ പോലും നഷ്ടത്തിപ്പോയ SME IPOs ഇല്ല. SME IPOസിൻ്റെ ആവറേജ് റിട്ടേൺ 50% ഒക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് നോക്കുകയാണെങ്കിൽ വിഷൻ ഇൻഫ്ര 25% ലാഭം കിട്ടി, മൈമുദ്ര ഫിൻക്രോപ്പ് 18% ലാഭം കിട്ടി, നമോ ഇ വേസ്റ്റിന് 90% ലാഭം കിട്ടി, മാക് കോൺഫറൻസ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല, ഏകദേശം 33% ലാഭം കിട്ടി. അപ്പോൾ എല്ലാ SME IPOസും ഭയങ്കര ലാഭത്തിലാണ്. മെയിൻ ബോർഡ് IPOസും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രീമിയം എനർജീസ് ഒക്കെ 120%. സിൽബി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നില്ലേ, 200% അടുത്ത് റിട്ടേൺ ആകാറായി ആ സ്റ്റോക്സിലൊക്കെ. അപ്പോൾ ഇന്ത്യൻ IPO മാർക്കറ്റ് ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു അസാധ്യ മാർക്കറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനിയും ബൂം നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കമ്പനികൾ IPOയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എക്കോസിസ്റ്റം, സ്റ്റോക്ക് മാർക്കറ്റ് എക്കോസിസ്റ്റം വളരുകയാണ്. ഇതിൻ്റെ റിയൽ ബെനിഫിറ്റ്സ് ഇന്ത്യയിലുള്ള യഥാർത്ഥ കമ്പനികൾ നേടിയെടുക്കുന്നതിൻ്റെ സാമ്പിൾ കൂടിയാണ്. എനിക്ക് തോന്നുന്നു സെബിയുടെ സൈഡിൽ നിന്ന് ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട്. IPO കിട്ടിയ എല്ലാവരും ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സ്റ്റോക്കുകളെല്ലാം വിറ്റൊഴിവാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. IPO മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് ഫണ്ട് കണ്ടെത്താൻ ഇനിയും മറ്റാരെയും ആശ്രയിക്കേണ്ട. ഇന്ത്യൻ റീറ്റെയിൽ മണി ഇന്ത്യയിലെ റിയൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള IPO മാർക്കറ്റിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ IPO അപ്ലൈ ചെയ്തിട്ട് ബജാജ് IPO അല്ലെങ്കിൽ ഏത് റീസെൻ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയ IPOs ഉണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റിന് താഴെ കമന്റ് കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് കിട്ടാൻ ഒരു ഷോർട്ട് കട്ട്, എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് നമുക്ക് പോഡ്കാസ്റ്റിന്റെ അവസാനം നമുക്ക് എന്ത് ചെയ്യാം, IPO കിട്ടാനുള്ള ഒരു ഷോർട്ട് കട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. പിന്നെ മാത്രമല്ല, ഈ IPOനെ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ 100%, 120% ഇപ്പം കിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പറയുന്നിടത്ത് IPO ത്രൂ കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സീറോ റിസ്ക്. അതായത് എനിക്ക് തോന്നുന്നു 14,000 രൂപ. അത് വേണ്ട, 14,000 ചെറുത് 1 ലക്ഷം രൂപ ഇട്ടെങ്കിൽ ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ 2 ലക്ഷമായിട്ട് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പക്ഷെ നമുക്ക് ഇത്ര ലോട്ട് കിട്ടണം. അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പ്രീമിയർ എനർജി കിട്ടിയത് 17,000 രൂപയാണ് ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത്. 17 ഐ തിങ്ക് സോ. അപ്പൊ ലിസ്റ്റ് ചെയ്ത് അന്ന് തന്നെ എനിക്ക് തോന്നുന്നു 120. ഒരു രസമുണ്ട്, ഓഫീസിലെ എല്ലാ പയ്യന്മാരും, ഞാൻ ഓഫീസിലെ മറ്റു പയ്യന്മാര്, നമ്മുടെ കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും ഈ സ്റ്റോക്ക് പ്രീമിയർ എനർജി സെക്ടർ ആയതുകൊണ്ട് തന്നെ നല്ലതാണ്. സോളാർ ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തു. ഒറ്റാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതെ, മിണ്ടണ്ട, ശരി, തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ IPO മാർക്കറ്റ് വീണ്ടും ബൂം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IPO വരുമ്പോൾ അല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് നിഫ്റ്റീനെ അത് എഫക്ട് ചെയ്യുന്നത്. അതെ, ഞാൻ അതാ പറയുന്നത്. ഈ IPOയിൽ ഉണ്ടാകുന്ന ബൂം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ തന്നെ വളരെ കൂടുതലായിട്ട് വരികയാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ കൂടി വരുന്നു. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്ന റീറ്റെയിലേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നത്. എനിക്ക് തോന്നുന്നു 3 yearsൽ 120 million ഡിമാറ്റ് അക്കൗണ്ട്സ് ആണ് ഇന്ത്യയിൽ പുതിയതായിട്ട് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ വലുത് വരാനിരിക്കുന്ന ഒരു ഫീലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ റാലി നമുക്ക് കാണാൻ ചെയ്യാം. RBI പറയുന്നു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള മണി മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നു. സോ ഇനിയും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി ഒരു ചെറിയ അപ്ലൈ ചെയ്തില്ലെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട, ട്രേഡ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, IPO അപ്ലൈ ചെയ്തില്ലെങ്കിൽ കാലം കഴിഞ്ഞു പോകും. എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ നല്ലത് കുറച്ച് ഫണ്ട് എടുത്ത് വെച്ച് IPO അപ്ലൈ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാന്നുള്ളത്. അപ്ലൈ ചെയ്ത് ഒരെണ്ണം കിട്ടിയാൽ മതി ജീവിത രക്ഷപ്പെടും. പക്ഷെ എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു നോർമൽ 1 ലോട്ട് കൊണ്ടൊന്നും ചിലപ്പോൾ 100% ലാഭം കിട്ടുമായിരിക്കും. ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല. 14,000 രൂപ മാത്രമേ ലാഭമുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ മറ്റ് കാറ്റഗറിയിലോട്ട് IPO അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക്
HNA കാറ്റഗറിയിലോട്ട് IPO അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 13 ലോട്ട് വരെയാണ് റീറ്റെയിൽ കാറ്റഗറിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. എന്നാൽ സ്മോൾ HNA കാറ്റഗറിയിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെ 2,10,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ HNA SHNA എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് IPO അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 14 ലോട്ട് കിട്ടും. അപ്പോൾ 2 ലക്ഷമൊക്കെ ഒരു 50% ലാഭം കിട്ടിക്കഴിഞ്ഞാൽ 1% ഓൺ സ്പോട്ട് ലാഭം കിട്ടി. ഇനി നമുക്ക് ബിഗ് HNA എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ഇവിടെ നമുക്ക് 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കാറ്റഗറിയിലൊക്കെ ഇപ്പോൾ ഭയങ്കര മത്സരമാണ് നടക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ രസം ബജാജ് ഹൗസിംഗിന്റെ IPO സുനിലിന്റെ അക്കൗണ്ടിൽ, സുനിലിന്റെ പപ്പയുടെ അക്കൗണ്ടിൽ, സുനിലിന്റെ സിസ്റ്ററിന്റെ അക്കൗണ്ടിൽ, എൻ്റെ അക്കൗണ്ടിൽ എല്ലാത്തിലും അപ്ലൈ ചെയ്തു. ഒന്നിലും കിട്ടിയില്ല. സുനിലിന്റെ ഞാൻ HNAയിൽ അപ്ലൈ ചെയ്തു, ഹൈ HNAയിൽ അപ്ലൈ ചെയ്തു, റീറ്റെയിലിൽ അപ്ലൈ ചെയ്തു, എല്ലാ കാറ്റഗറിയിലും അപ്ലൈ ചെയ്തു. എങ്ങനെ കിട്ടുമെന്നുള്ള ഷോർട്ട് കട്ട് സുനിലിന്റെ കേൾക്കാൻ ഞാനും കാത്തിരിക്കണം. ഉറപ്പായിട്ടും. അപ്പോൾ ഈ പറയുന്ന റീറ്റെയിൽ കാറ്റഗറി സ്മോൾ HNA എന്ന് പറഞ്ഞാൽ ഏകദേശം 2,10,000 രൂപ മതി. ബിഗ് HNA 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ബിഗ് HNA, ഇങ്ങനെ 3 കാറ്റഗറിയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ IPO ലിസ്റ്റിംഗ് വരുമ്പോൾ നമ്മൾ കാറ്റഗറി നോക്കണം. ഇപ്പോൾ ബജാജിൻ്റെ ആണെങ്കിൽ എംപ്ലോയീസ് കാറ്റഗറി ഉണ്ടായിരുന്നു, അത് അവരുടെ എംപ്ലോയീസിന് കാറ്റഗറി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ബജാജ് ഫിനാൻസിൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. നോർമൽ റീറ്റെയിലേഴ്സ് കാറ്റഗറി ഉണ്ടായിരുന്നു. സ്മോൾ HNA കാറ്റഗറി ഉണ്ടായിരുന്നു. ഹൈ HNA കാറ്റഗറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 100 സ്റ്റോക്കാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നതെങ്കിൽ ഏത് കാറ്റഗറിക്കാണ് കൂടുതൽ അലോട്ട്മെൻറ്റ് ഉണ്ടാകുക എന്ന് അവർ മുൻകൂട്ടി പറയും. അപ്പോൾ എവിടെയാണ് കൂടുതൽ അലോട്ട്മെൻറ്റ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ലിസ്റ്റിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റീറ്റെയിൽ കാറ്റഗറിക്കാണ് കൂടുതൽ സ്റ്റോക്ക് അലോക്കേഷൻ ഉള്ളതെങ്കിൽ നമ്മൾ റീറ്റെയിൽ കാറ്റഗറിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഒരു 13 ലോട്ട് വരെയൊക്കെ നമുക്ക് 10 ലോട്ട് വരെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് HNA കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് കൂടുതലുള്ളതെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് ഒറ്റ ലോട്ട് HNA അപ്ലൈ ചെയ്താൽ മതി, കിട്ടട്ടെ. ഒരു ഉറപ്പായിട്ടൊരു 3-4 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങ് ഉന്നതങ്ങളിൽ പിടിയുണ്ടെങ്കിൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ അവർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ അന്ന് രസമുണ്ട്. അപ്പോൾ അന്ന് സാക്കേത്തുണ്ട് അവിടെ. അപ്പോൾ സാക്കേത്ത് ഈ പയ്യൻ നമ്മുടെ ടൊളിൻസിൻ്റെ ഓണറിൻ്റെ പയ്യനെ നമ്മൾ കണ്ട് വർത്താനം പറയുന്ന സമയത്ത് സാക്കേത്ത് പറയുന്നത് ഞാൻ എൻ്റെ പാൻ കാർഡ് തന്നുവിടാം, ആ അലോട്ട്മെന്റ് എനിക്കൊന്ന് സെറ്റ്. അപ്പോൾ സാക്കേത്ത് അങ്ങനെ പറയുന്നത്. അപ്പോൾ രസകരമാണ്. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം. ഇപ്പൊ IPOയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരൊറ്റ സെല്ലറേ ഉള്ളൂ. സെല്ലർ എന്ന് പറയുന്നത് കമ്പനിയാണ്. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രൊമോട്ടേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്, അല്ലേ? അല്ല, ആർക്ക് കൊടുക്കണം എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ കൂടുതൽ പ്രൊമോട്ടേഴ്സിന് കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. വേറെ ഉടായ്പകളൊന്നും ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. NSEയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടും നമ്മൾ NSE സുതാര്യമായിട്ട് പോകുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചല്ലേ ഇപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ അഴിമതി ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ അവർ ചെറുതായിട്ടും വലുതായിട്ടും എല്ലാവരും അവർക്കുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടാവില്ലേ? അതിന് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് സുതാര്യമായിട്ട് പോകുന്നു എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അടുത്ത IPO വരുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ എല്ലാവരുടെ ഒരു ഡൗട്ടാണ്, IPO കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. IPO കിട്ടിയാൽ നിങ്ങൾക്ക് അന്ന് തന്നെ വിൽക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അതുപോലെ തന്നെ പ്രീ മാർക്കറ്റിൽ വരെ വിൽക്കാം, അല്ലേ? എനിക്ക് തോന്നുന്നു 10 മണിക്കാണ് IPO ലിസ്റ്റ് ആവുന്നതെങ്കിലും മെയിൻ ബോർഡ് IPOs 10 മണിക്കാണ് ലിസ്റ്റ് ആകുന്നത്. അപ്പോൾ 10 മണിക്ക് നമുക്ക് ഓർഡേഴ്സ് ഇടാം. അതിന് മുന്നും പ്രീ മാർക്കറ്റിലുള്ള ഓർഡറിൽ 9:15 വരെയും. പിന്നെ SME IPO 9:45 ലിസ്റ്റ് ആകുന്നത്. അപ്പോൾ ഈ SME IPO അപ്ലൈ ചെയ്യുമ്പോൾ NSEയിലും BSEയിലും ഉള്ള SME IPO അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. BSEയിൽ മാത്രം അപ്രൂവൽ കിട്ടിയിട്ടുള്ള SME IPOs ഉണ്ട്. സ്മോൾ ഈ പറയുന്ന 2 കാറ്റഗറി IPOs ഉണ്ടെന്ന് പറഞ്ഞാൽ SME IPO. അപ്പോൾ BSEയിൽ മാത്രമുള്ള IPOs അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഇതിൻ്റെ അകത്ത് ചില പണികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ലാഭം കിട്ടുമോ, പുതിയൊരു IPO വരുമ്പോൾ ലാഭം കിട്ടുമോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? കണ്ണടച്ച് പോയിട്ട് എല്ലാ IPO അപ്ലൈ ചെയ്ത് ആ കമ്പനിയെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ GMP എന്ന് പറയും, ഗ്രേ മാർക്കറ്റ് പ്രീമിയം. ഇത് എത്രയാണ് അവരുടെ ലിസ്റ്റിംഗ് പ്രൈസ് ആയിട്ടും ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തെക്കാൾ എത്ര കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഒത്തിരി മൊബൈൽ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒത്തിരി ടെലിഗ്രാം ചാനൽസോ ഒക്കെ ഉണ്ട്. ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ പറയുന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്,
IPOG എന്ന് പറയുന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ IPOസിനും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ടുള്ള GMP അതിൻ്റെ അത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്നത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് PN ഗാൻഗിൽ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു IP ആണ്. ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രീമിയം 68% ലാഭമൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ടൊളിൻസ് അല്ല വെസ്റ്റേൺ കാരിയേഴ്സ് ഇന്ത്യ, അതിപ്പോൾ ലൈവിൽ നടക്കുന്ന ഒരു IP ആണ്. അപ്പോൾ ഈ IPOയിൽ GMP 30% അപ്പാണ്. അപ്പോൾ IPO പ്രൈസ് ഈസ് 172 ആണെങ്കിൽ അവിടെ നിന്ന് 50 രൂപയുടെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. ഇപ്പോൾ ഓൾറെഡി 1 ഡേ ആയിട്ടുള്ളൂ സബ്സ്ക്രിപ്ഷൻ, ഏകദേശം 0.8 കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ കഴിയുമ്പോഴേക്കും ഏകദേശം 0.3%, 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ GMP കൂടി നോക്കിയിട്ട് ഈ IPOG എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് GMP അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് പ്രീമിയം എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് അതൊരു കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ IPOസിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു നഷ്ടമില്ലാതെ നിങ്ങൾക്ക് ലാഭം കിട്ടുമെങ്കിൽ ഒരു കൈയെങ്കിലും ഒരു ഭാഗ്യമെങ്കിലും നിങ്ങൾ പരീക്ഷിക്കുക. ഓണം മെമ്പർ എടുക്കുന്നതിനേക്കാൾ സാധ്യത IPO കിട്ടാനാണ്. തീർച്ചയായിട്ടും ഉറപ്പാണല്ലോ. അതുപോലെ തന്നെ ഈ ഗൾഫിലുള്ള ആളുകൾ, അതായത് NRI ആളുകൾ IPO അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ല, അവർക്ക് UPI മാൻഡേറ്റ് വരുന്നില്ല എന്നുള്ളൊരു കാര്യം അത് അവരുടെ ബ്രോക്കർ ഉപയോഗിച്ചിട്ട് അവർക്ക് ബാങ്കിൽ UPI മാൻഡേറ്റ് അല്ലാതെ ചെക്ക് വഴിയൊക്കെ പണ്ടത്തെ രീതിയിൽ പേപ്പർ വഴിയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അത് കുറച്ച് വളഞ്ഞ വഴിയാണ് എന്നുള്ളതാണ്. വളഞ്ഞ വഴിയെന്നല്ല, വഴി അതാണ് കറക്റ്റ്. അതിന് കുറച്ച് ടൈം കൂടുതലെടുക്കും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബജാജിൻ്റെ IPO ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്ലൈ ചെയ്ത് ലാസ്റ്റ് ഈ മാൻഡേറ്റ് വരാത്ത അവസ്ഥയായി. കാരണം ഈ സിസ്റ്റം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കോട് ബജാജ് ഹൗസിംഗ് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഭാഗ്യശാലി ആരെന്ന് എനിക്കൊന്നും. നമ്മുടെ ഗ്രൂപ്പിൽ 2 ആളുടെ ഇത് ഞാൻ കണ്ടിരുന്നു. 2 ആള് അവർ ഇത് ഇട്ടിരുന്നു. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് അവരെ നമുക്ക് അടുത്ത മീറ്റപ്പിന് അനുമോദിക്കാനുള്ളതാണ്. നിങ്ങളാണ് റിയൽ ഭാഗ്യശാലി. ശരിക്കും അതൊക്കെ ഒരു ലോട്ടറി അടിക്കുന്ന പോലെ തന്നെ അല്ലേ? ലോട്ടറി അടിക്കുന്നതിനേക്കാൾ ഞാൻ പറയുന്നത് ചാൻസ് ഉണ്ടെന്ന് HNA കാറ്റഗറി കിട്ടണം. 14,000 28,000 അതിനൊരു പവർ ഉള്ളത്. ഒറ്റ ദിവസം കൊണ്ട് 2 ലക്ഷം 4 ലക്ഷം ആവുന്നു. ഞാൻ ബജാജ് ഹൗസിംഗ് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ എനിക്ക് ആ കിട്ടിയത് പ്രീമിയർ എനർജി. ഞാൻ HNAയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടു എന്നറിയുമോ. ഞാൻ അവസാനം എൻ്റെ ബ്രദർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് നിനക്ക് കിട്ടുകയാണെങ്കിൽ പകുതി എനിക്ക് എന്നോട്ട് നമ്മള് പിരിവിട്ട് സോ തീർച്ചയായിട്ടും എനിക്ക് IPOയുടെ ഒരു കാലഘട്ടമാണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളർച്ചയുടെ കാലഘട്ടമാണ് അത്. ഈ ബുള്ളിഷ് റാലി നടക്കുന്ന സമയത്ത് ബുള്ളിഷ് മാർക്കറ്റിൽ IPOs എപ്പോഴും വളരെ അട്രാക്റ്റീവാണ്. ബുള്ളിഷ് മാർക്കറ്റിലെ എല്ലാ IPOs ഒരുപക്ഷെ ലാഭത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ബജാജിൻ്റെ IPOയിൽ 3 ലക്ഷം കോടി രൂപയുടെ അപ്ലൈ ആണ് നടന്നത്. അപ്പോൾ ആക്ച്വലി മണി എവിടെ നിന്നാണ് വരുന്നത്? ഇത്രയും 3 ലക്ഷം കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഉറപ്പാണ് ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ സെല്ല് ചെയ്തെടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ചിലപ്പോൾ സൈഡ് വൈസ് ആകാനും ചെറിയ ഡൗൺ സൈഡ് വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. ആക്ച്വലി ഇന്നലെ ബജാജ് IPOൻ്റെ അപ്ലൈ കഴിയുന്ന ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് അസാധ്യ റാലിയാണ് നടത്തിയത്. എന്തുകൊണ്ടാണ്? നെക്സ്റ്റ് ഡേ കിട്ടാത്ത എല്ലാവരുടെയും പൈസ തിരിച്ചു വരും. എത്ര ലക്ഷം തിരിച്ചു വരും? 3 ലക്ഷം കോടി രൂപ ആളുകളുടെ കയ്യിലോട്ട് തിരിച്ചു വരും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 ലക്ഷം കോടി രൂപയാണ് തിരിച്ചു വരുന്നത്. ഇതിൻ്റെ ഒരു 10% സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് അടുത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ എത്ര വലിയ ലിക്വിഡിറ്റി മാർക്കറ്റ് എവിടെ നിൽക്കും എന്ന് ആലോചിച്ച് നോക്കൂ. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് വന്ന ഷോർട്ട് കവറിങ്ങിൻ്റെ പ്രധാന റീസൺ ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരു IPO വരാനുണ്ട്. ഈ IPO ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ച് കുലുക്കാൻ ഹ്യുണ്ടായി ഇന്ത്യയുടെ IPO ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ IPO ആണ് വരാനായിട്ട് പോകുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ IPO ബജാജ് ഹൗസിംഗ് ഫിനാൻസ് അല്ല, ഇന്ത്യ കണ്ട ഏറ്റവും അപ്ലൈ വന്ന IPO ആണ്. ടാറ്റ ടെക്നോളജി ഇതിൻ്റെ IPO ആയിരുന്നു ഏറ്റവും വലിയ IPO ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. LICയുടെയും ഭയങ്കര വലിയ IPOs ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഒരു 6,000 കോടി മതിയായിരുന്നല്ലോ, അതിനാണ് 3 ലക്ഷം കോടി വന്നത്. ബജാജുകാരനെ കണ്ണ് തള്ളിപ്പോയി. ഒരു 12,000 ചോദിക്കായിരുന്നു എന്നായിരിക്കും അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത കാറ്റഗറി ഹ്യുണ്ടായി ഇന്ത്യയുടെ IPO വരുമ്പോൾ ഏറ്റവും വലിയ IPO ആണ് ഓൾറെഡി. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതേ ഹൈപ്പിൽ ഹ്യുണ്ടായി വരികയാണെങ്കിൽ ഹ്യുണ്ടായിൽ ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ അപ്ലൈ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റമൊക്കെ അന്ന് ഹാങ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ
ഹുണ്ടായുടെ ഒരാഴ്ച അപ്ലൈ നടക്കുന്ന ഒരാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ ഇതേപോലെയുള്ള ബീറിഷ് റാലിയോ കൺസോളിഡേഷൻ റാലിയോ ഒക്കെ നമുക്ക് കൺസോളിഡേഷനോ കാണേണ്ടി വരും. ആഫ്റ്റർ ദാറ്റ് ഹുണ്ടായി വീണ്ടും ഒരു പിടിച്ചു കുലുക്കുന്നത്. ഹുണ്ടായൊക്കെ എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ ഹുണ്ടായിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും അപ്ലൈ ചെയ്യാനുള്ളൊരു സാധ്യതയില്ലേ. ഇവരിങ്ങനെ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ മാർക്കറ്റിൽ പുതിയ പാർട്ടിസിപ്പൻസ് കൂടിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ലിക്വിഡിറ്റീനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കിട്ടാത്തവർ ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നത് കിട്ടാത്തവർ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് മേടിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അപ്പോൾ നാലോചിച്ച് ഹുണ്ടായി വന്നതിന് ശേഷം മാത്രമല്ല ഒരുപാട് ഇൻഫ്ലുവൻസസ് നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഇരുന്ന് IPO കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പറയുന്നോണ്ടിരുന്ന സ്വാഭാവികമായിട്ടും എല്ലാവരും കിട്ടാത്തതിന്റെ സങ്കടം നമുക്കുണ്ട്, IPO കിട്ടാത്തതിന്റെ. അപ്പോൾ IPO കിട്ടാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കാറ്റഗറി തിരിച്ച്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഓണേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല ടോളിൻസ് ഇതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ചിലപ്പോൾ ടോളിൻസിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് ക്യൂ ഒക്കെ കണ്ടേനെ. എനിക്ക് ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മാത്രമുള്ള ടോളിൻസിന്റെ കമ്പനി, മാനുഫാക്ചറിങ് കമ്പനിയിലോട്ട് നമ്മൾ എൻ്റെ കോളേജിന്റെ എൻ്റെ കോളേജിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പല പ്രോജക്ട്സിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ഓഫീസിൽ പോയിട്ടുണ്ട്. വേണ്ട രീതിയിൽ ഒന്നുകൂടി കണ്ടിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്സ് ആയിട്ട് തന്നേനെ. അങ്ങനെയൊന്നുമില്ല, അപ്ലൈ ചെയ്യാം. കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി അപ്ലൈ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 5 ലോട്ട് ഒറ്റ അക്കൗണ്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാതെ ഫാമിലിയുടെ എല്ലാവരുടെയും പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഡിഫറെൻറ്റ് പാൻ കാർഡിൽ നിന്ന് അപ്ലൈ ചെയ്യും. ഒരു വീട്ടിൽ തന്നെ 4-5 വ്യക്തികളുടെ പേരിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുന്നുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന സീനിയർ സിറ്റിസൺ ലേഡീസിനൊക്കെ ചിലപ്പോൾ കുറച്ച് പ്രിഫറൻസുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇപ്പോൾ ബജാജിലൊക്കെ പറ്റിയത് അവസാന സമയത്തൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഹാങ് ആയി പോയിട്ട്. അപ്പോൾ നിങ്ങൾ പ്രീ അപ്ലൈ ഉള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചില ബ്രോക്കേഴ്സിൽ പ്രീ അപ്ലൈ ഉണ്ട്. ഇപ്പോൾ സെറോദ ആണെങ്കിലും ധൻ ആണെങ്കിലും പിന്നെ ജിയോജിത്തിലല്ല ചില ബ്രോക്കേഴ്സിൽ പ്രീ അപ്ലൈ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രീ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രീ അപ്ലൈ ചെയ്യുന്ന ബ്രോക്കേഴ്സ് വഴി പ്രീ അപ്ലൈ ചെയ്യാം. HNA കാറ്റഗറിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ HNA കാറ്റഗറിയിൽ ചെയ്യുക, അലോട്ട്മെൻറ്റ് നോക്കിയതിന് ശേഷം മാത്രം. പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നൊരു കാറ്റഗറി ഉണ്ട്, അവിടെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെയും കൂടി ഒന്ന് ചെയ്ത് നോക്കാമായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു നമ്മുടെ ടെലിഗ്രാമിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു DI ആയിട്ട് നമുക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്ത് പിരിവിട്ടെടുക്കായിരുന്നു. മറ്റു ലോട്ടറിയൊക്കെ പിരിവിട്ടെടുക്കുന്നത് പോലെ ഭാവിയിൽ അതൊക്കെ വരാനുള്ള ചാൻസസ് വെരി ഹൈ. ഇതൊന്നും കണ്ട റീറ്റെയിലേഴ്സ് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 0 റിസ്കിൽ കിട്ടുകയാണ്. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ടൊളിൻസിൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന 2 ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 2.5 കോടി രൂപ മാത്രമാണ്. ഒരു ആങ്കർ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 2.5 കോടിയാണ്. അപ്പോൾ 2 ആങ്കർ ഇൻവെസ്റ്റേഴ്സും കൂടി 5 കോടിയല്ലേ ചെയ്തിട്ടുള്ളൂ. നമ്മളെല്ലാവരും കൂടി ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നാൽ 5 കോടി രൂപയിൽ കൂടുതൽ പോയിട്ട് നമുക്ക് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആയിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. റൈറ്റ്. അപ്പോൾ 4 ലെവലിലോട്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി മുതൽ നമുക്ക് അത് ചെയ്യാം. ഇത് കണ്ടിട്ട് താഴെ ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് എത്ര കമൻറ്റ് വരും നമുക്ക് നോക്കാം. അതാണ്. അപ്പോൾ IPO കുറിച്ച് നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വന്നോളൂ, ചോദിച്ചോളൂ. നമ്മൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉൾപ്പെടെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ. കാരണം വളരെ ധൈര്യമായിട്ട് നമുക്ക് ഈ IPOയുടെ കാര്യം പറയാൻ സാധിക്കണം. കാരണം അങ്ങനെയാണ് IPO ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളത് അല്ലേ. ബാക്കി എല്ലാത്തിനും നമ്മൾ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഇപ്പോൾ IPOയിൽ നഷ്ടം വരുന്നില്ലെങ്കിലും നമ്മൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളല്ല. IPO അപ്ലൈ ചെയ്യാൻ പറയാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല. ഞങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ ചെറിയ റിസ്ക് ഒക്കെ എടുക്കാതെ നമുക്ക് ലൈഫിൽ ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ആദ്യം പറയണമായിരുന്നു. ഡിസ്ക്ലെയിമർ ഇടാൻ പറയുന്നത്. നിങ്ങളെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഡിസ്ക്ലെയിമർ ഇടണം. ഓക്കെ, അതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ ട്രേഡ് ടോക്സിന്റെ വക നേരുകയാണ്. നല്ലൊരു ഓണായിട്ട് നമ്മുടെ ലാസ്റ്റ് എക്സ്പയറി അടിച്ച് പൊളിച്ച് മോളിൽ പോയിട്ടുണ്ടായിരുന്നു. പടക്കം മേടിക്കാനുള്ള കാശിന് എക്സ്പയറിക്ക് അന്ന്. അപ്പോൾ മാർക്കറ്റിന് റാലി ഇവിടെ ഒന്ന് നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. മാർക്കറ്റ് ബുള്ളിഷ് റാലിയാണ്. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ്. നിങ്ങൾ SIP മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. മാർക്കറ്റ് ഇനിയും മുകളിലോട്ടാണ്. മാർക്കറ്റിൽ കറക്ഷൻ വരില്ലേ. നമ്മൾ കഴിഞ്ഞ് വിന്ന് കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മാർക്കറ്റ് കറക്റ്റ് ആവില്ലേ സുനിൽ എന്നാണ് ചോദിക്കുന്നത്. എനിക്കറിയില്ല മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമെന്ന്. സീരിയസ്ലി എനിക്കറിയത്തില്ല. മാർക്കറ്റ് ഈസ് ബുള്ളിഷ്. ഇത് ബുള്ളിഷ് റാലിയാണ്. എല്ലാ സെക്ടേഴ്സും ബുള്ളിഷ് ആകുന്നവരെയും ഈ റാലി കണ്ടിന്യൂ ചെയ്യും. കറക്ഷൻസ് ഇതിൻ്റെ ഇടയിൽ 5% 4% ഒക്കെ വന്നേക്കാം. ഓരോ കറക്ഷൻസും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ബീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ
കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വാരൻ ബഫറ്റ്, യു എസിലൊക്കെ വാരൻ ബഫറ്റ് 25-30% ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം യു എസിൽ കറക്ഷനാണ്, യു എസ് മാർക്കറ്റ് ഈസ് ബീറിഷ് മോഡ്. യു എസ് താഴെ വരികയാണെങ്കിൽ ഒരു 18-20% താഴെ വരികയാണെങ്കിൽ വീണ്ടും മേടിക്കാൻ വേണ്ടിയിട്ടാണ് വാരൻ ബഫറ്റൊക്കെ ഈ പറയുന്ന ലിക്വിഡിറ്റി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും ചിലപ്പോൾ കറക്ഷൻ വന്നേക്കാം. പക്ഷേ യു എസ് ഒരു 18% വീണാൽ ഇവിടെ 7% കൂടുതൽ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം യു എസ് ഇത്രയും കറക്ഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സ്റ്റോക്സ് സെൽ ചെയ്തുകൊണ്ട്. കാരണം ഒരു നല്ല ഇൻവെസ്റ്റർ ഒരു കറക്ഷനിൽ 30% ലിക്വിഡിറ്റി ചെയ്യും. 30% കൂടുതൽ ഒരാൾ ലിക്വിഡിറ്റി ചെയ്യും. നമ്മളെപ്പോലുള്ളവരാണ് 100% വിറ്റ് ഒഴിവാക്കി വയ്ക്കുക. പക്ഷേ വാരൻ ബഫറ്റിനെ പോലെയുള്ള വലിയ വലിയ ആളുകൾക്ക് 30% കൂടുതൽ ലിക്വിഡിറ്റി ചെയ്യാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ടുകളുടെ കപ്പാസിറ്റി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അവർ മാക്സിമം ലിക്വിഡിറ്റി ചെയ്യുന്നത് 30% മാത്രമായിരിക്കും. അപ്പോൾ വാരൻ ബഫറ്റിനെ പോലെയുള്ള 80-100 വർഷം, നിയർലി 100 years എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് 30% ലിക്വിഡിറ്റി ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംതിങ് ഫിഷി, എന്തോ വരാനിരിക്കേണ്ടത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ പ്രിയമായിട്ട് 20% കറക്ഷൻ വരട്ടെ. അതായത് ഇന്ത്യൻ മാർക്കറ്റ് അസാധ്യ ബുള്ളിഷ് റാലി തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമാണ് പറയാനുള്ളൂ. അല്ലാതെ നിങ്ങൾ ബുക്ക് ചെയ്ത് മാറി വയ്ക്കാനോ ഒന്നും നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷനിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും നല്ല മാർക്കറ്റ് കിട്ടി എന്നുള്ളത് നമ്മുടെ ടൈമിൽ കിട്ടി, നമ്മുടെ ലൈഫിൽ കിട്ടി എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ വെൽത്ത് കൂടുതൽ ഗ്രോ ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി പോഡ്കാസ്റ്റുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.